കേണൽ ഡിന്നി, നോക്കൂ, ഇപ്പോൾ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്താൻ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഇപ്പോൾ ഈ അടുത്ത് പ്രധാനമന്ത്രി ഇസ്രയേലിലേക്ക് നടത്തിയ സന്ദർശനം നമ്മുടെ രാജ്യത്ത് തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾക്കിട നൽകിയിരുന്നത് ഒന്നാണ്. ഇന്ത്യയുടെ പരമ്പരാഗതമായി സ്വീകരിച്ചിരുന്ന നിലപാടുകളിൽ നിന്നുള്ള വ്യതിചലനമായി അതിനെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അവിടെ ഈ യുദ്ധ മുനമ്പിൽ പശ്ചിമേഷ്യ നിൽക്കുന്ന സമയത്തുള്ള സന്ദർശനം, ആ സമയക്രമം പോലും തെറ്റിപ്പോയി എന്ന വിമർശനം ഉയർന്നതാണ്. ഇപ്പോൾ ഈ വിഷയം ഇത്രമേൽ ഉണ്ടായിട്ടും, അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഇന്ത്യ ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല എന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. താങ്കൾ എങ്ങനെയാണ് ആ വിമർശനങ്ങളെ നോക്കിക്കാണുന്നത്? നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. എല്ലാവർക്കും വിമർശിക്കാനുള്ള അധികാരമുണ്ട്. അത് വേണമല്ലോ. എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളാവാം. അതിനകത്തൊന്നും ഒരു തെറ്റില്ല. പക്ഷെ നമ്മൾ ഈ ഒരു വിമർശനം നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ കാണണം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് പ്രൈം മിനിസ്റ്റർ മോദി അവിടെ പോയി, അത് കഴിഞ്ഞിട്ട് ഇസ്രയേലുമായിട്ട് അവിടെ പോയി വിസിറ്റ് ചെയ്ത് തന്നെ കോൺഗ്രസ് ആയാലും ശരി, ഇവിടുത്തെ CPM ആയാലും ശരി, വളരെ രീതിയിലുള്ള വിമർശനമാണ് അത് നടത്തിയിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത്, ഇവിടെ എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ രാഷ്ട്ര താല്പര്യം തന്നെയാണ് വലുത്. നേരത്തെ പ്രൊഫസർ ജോസഫ് ആന്റണി സാർ പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യങ്ങൾ തന്നെയാണ് വലുത്. ചൈനയ്ക്ക് ചൈനയുടെ താല്പര്യം തന്നെയാണ് വലുത്. ഇപ്പം മുൻപ് സോവിയറ്റ് യൂണിയൻ എന്തായിരുന്നു? സോവിയറ്റ് യൂണിയന്റെ താല്പര്യം തന്നെയായിരുന്നു വലുത്. സോവിയറ്റ് യൂണിയൻ എവിടെയൊക്കെ പോയി അവര് ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ റഷ്യ എന്താണ് ചെയ്യുന്നത്? റഷ്യ യുക്രൈനിൽ എന്താണ് ചെയ്യുന്നത്? അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം, നമ്മളെ രാഷ്ട്രത്തെ സംബന്ധിച്ചോളം നമ്മളെ രാഷ്ട്ര താല്പര്യമാണ് വലുത്, അതല്ലാതെ വേറെ കാര്യങ്ങളല്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഇപ്പം ഈ ഒരു യുദ്ധം നടന്ന സമയത്ത്, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ന്യൂസ് വരികയാണ്, UAE-യിലേക്ക് ഏകദേശം 300ഓളം ഡ്രോൺസ് ഒക്കെ പോയിട്ടുണ്ട്. അതിനകത്ത് 3 പേര് മരിച്ചതായിട്ടാണ് ഇപ്പോൾ അറിവ്. ഏകദേശം 40ന്റെ മുകളിലുള്ള ആളുകൾക്ക് പരിക്ക് പറ്റി. UAE പോലത്തെ ഒരു രാജ്യം അമേരിക്കയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ അവരെ അംബ്രേലയിൽ ഉള്ള ഒരു രാജ്യമാണ്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മളിപ്പം കഴിഞ്ഞപ്പം നമ്മുടെ ഇവിടെ എന്തായിരുന്നു സംഭവിച്ചത്? നമ്മളിവിടെ ആ രീതിയിൽ എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി എന്തുകൊണ്ട് ഉണ്ടായില്ല? കാരണം നമ്മളെ ആ രാഷ്ട്ര താല്പര്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റി. എങ്ങനെ? S-400 പോലത്തെ സുദർശൻ എയർ ഡിഫൻസ് സിസ്റ്റം, സ്വന്തമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങൾ, ഇസ്രയേലിൽ നിന്ന് കിട്ടിയ ടെക്നോളജി, ഇതെല്ലാം വെച്ച് നമ്മളെ ആളുകളെ, നമ്മളെ ജനതയെ നമുക്ക് സുരക്ഷ ഇരുത്താൻ പറ്റി. അപ്പം ഇവിടെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ അപലപിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ തിരുത്തിക്കൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ അതുകൊണ്ട് ഒരു നേട്ടം ഇല്ലെങ്കിൽ, ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം പ്രൈം മിനിസ്റ്റർ മോദി എടുക്കുന്ന തീരുമാനം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളെ സംബന്ധിച്ചോളം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം എക്കാലത്തും നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഒരു രാജ്യമാണ്, നമ്മുടെ ഒരു സുഹൃത്ത് രാജ്യം തന്നെയാണ്. എന്ന് വെച്ച് ഇസ്രയേൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ന്യായീകരിക്കുന്ന ഒരു കാരണവശാലും നമ്മൾ ചെയ്തിട്ടില്ല. പ്രൈം മിനിസ്റ്റർ മോദി പോലും അവിടെ കെനസറ്റിൽ പോയി, പാർലമെന്റിൽ പോയിട്ട് പലസ്തീനിയൻ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞു. അവിടെ സമാധാനം വേണമെന്ന് പറഞ്ഞു. ഈ യുദ്ധം ഒരു പരിഹാരമല്ല എന്നും പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ നമ്മൾ കണ്ടാൽ മതി. അതിനല്ലാതെ നമ്മൾ വലിയ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഐഡിയോളജിക്കൽ പൊസിഷൻ എടുത്തുകൊണ്ട് രാജ്യത്തിന് ഒരു ഗുണവും ഇല്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇതുവരെ വന്നിട്ടില്ല. അത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. പണ്ടൊക്കെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? 1971 വാറിൽ ഇന്ദിരാഗാന്ധി നമ്മളെ ഈ ഒരു വലിയൊരു വിജയം നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ്? അന്ന് സോവിയറ്റ് യൂണിയൻ പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമായിട്ട് നമ്മൾ സോവിയറ്റ് യൂണിയൻ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയുമ്പം നമ്മൾ വളരെ ഈ ഒരു നല്ലൊരു ആശയമാണ്. പക്ഷെ ഈ ലോകത്ത് എല്ലാ രാജ്യങ്ങളും അവരവരുടെ രാഷ്ട്ര താല്പര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. ആ രാഷ്ട്ര താല്പര്യം നോക്കാൻ വേണ്ടി ചില രാജ്യങ്ങൾ അവർക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അത് നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ വൈറ്റ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ നമ്മൾ എഴുത്തി കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ നമ്മൾ ചില രാഷ്ട്രീയ താല്പര്യം വെച്ച് നമ്മൾ ചിലവരെ മാത്രം കുറ്റപ്പെടുത്തുകയും ചിലവരെ നമ്മൾ കണ്ണടച്ച് കണ്ടില്ല എന്നുള്ള നടിക്കുന്നത്, അത് നമ്മുടെ സ്വയം രാഷ്ട്രീയമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. ആ രീതിയിൽ ഭാരതം ഇപ്പോൾ എടുക്കുന്ന ഒരു രീതി എല്ലാവരുമായിട്ട്, ഇപ്പൊ നോക്കൂ, ഇന്ന് ഏതെങ്കിലും ഒരു രാജ്യം കാണിച്ചു തരൂ, ഈ രാജ്യങ്ങളായിട്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധം. നമ്മൾ ഇന്ന് ഇറാനുമായിട്ട് നല്ല ബന്ധമാണ്, നമ്മൾ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമാണ്, ചൈനയുമായിട്ട് നമ്മളെ ബന്ധം ഒരുവിധം നോർമലായിട്ട് ഇരിക്കുകയാണ്, റഷ്യയായിട്ട് നമ്മൾ നല്ല ബന്ധമാണ്, അമേരിക്കയായിട്ട് നമ്മൾ നല്ല, പാകിസ്ഥാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ബന്ധം നല്ലതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുക? കാരണം നമ്മൾ ഒരു പ്രാക്ടിക്കൽ എന്താ പറഞ്ഞ ഒരു പ്രാക്ടിക്കൽ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ നമ്മളൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഐഡിയോളജിയിൽ ബേസ് അല്ല ചെയ്ത് നമുക്ക് എന്താണോ നമ്മളെ രാജ്യത്തിന് എന്താണോ നല്ലത് അത് തന്നെ നമ്മൾ ചെയ്യും എന്ന് വെച്ച് നമ്മൾ മറ്റുള്ളവരെ എന്താ പറഞ്ഞ എഴുത്തി കാണിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ നശിച്ചു പോകണമെന്നുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ഒരു പക്ഷം പഠിക്കുന്നതിനകത്ത്? നമുക്ക് രണ്ടുപേരും വേണം, ഇസ്രായേലും വേണം, ഇറാനും വേണം. അതുകൊണ്ട് ഒരു പക്ഷം പിടിച്ച് ചെയ്യണമെന്നുള്ള യാതൊരു, എനിക്ക് തോന്നുന്നില്ല അത് നമ്മുടെ രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡാണ്. ശരി, ശ്രീ സനന്ദ്, നോക്കൂ, അങ്ങനെ പക്ഷം പിടിക്കേണ്ടുന്ന സാഹചര്യം പുതിയ മാറിയ ലോകക്രമത്തിൽ ഇന്ത്യക്ക് ആവശ്യമില്ല എന്നതാണ് BJP ചൂണ്ടിക്കാട്ടുന്ന, BJP വക്താവ് കൂടിയായ കേണൽ ഡിന്നി ചൂണ്ടിക്കാട്ടുന്നത്. അതാണോ സാഹചര്യം? പക്ഷേ ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ അവർക്ക് എവിടെ നിന്നും പിന്തുണ ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. ഈ അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരായി വലിയ രീതിയിലുള്ള
ശൃംഖല വളർത്തിയെടുക്കുക എന്നത് ഈ ഖമനൈ റെജിമിൻ്റെ കാലഘട്ടത്തിലെ വളരെ സുപ്രധാനമായിട്ട് അവർ ഏറ്റെടുത്ത ഒരു ദൗത്യം തന്നെയായിരുന്നു. അപ്പോൾ അത് ഈ പശ്ചിമേഷ്യയ്ക്ക് ആകെ ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ അമേരിക്കൻ ഇസ്രയേൽ നടപടികൾക്ക് പകരമായി ലക്ഷ്യം വെക്കുന്നതും GCC രാഷ്ട്രങ്ങളെ തന്നെയാണ്. എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും അവരുടെ തിരിച്ചടിക്ക് പാത്രമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ രീതിയിൽ ഇറാനെതിരെ പ്രവർത്തിക്കുന്നു എന്നൊരു സാഹചര്യം വരുന്നു. ഇപ്പോൾ റഷ്യ ഒഴിച്ച് മറ്റ് രാഷ്ട്രങ്ങളൊന്നും തന്നെ ഇറാൻ വന്നുപെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അവർക്കൊരു അനുകൂല സമീപനം നിലപാട് സ്വീകരിക്കുന്നില്ല എന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഇറാൻ പൂർണ്ണമായും ഈ അർത്ഥത്തിൽ ഈ നിലയിൽ ഒറ്റപ്പെടുന്നത്? പൊതുവിൽ ഇവിടെ പറഞ്ഞവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ പ്രധാനമായും സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ ഇല്ല, സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോൾ ചില അടിസ്ഥാനപരമായ മൂല്യങ്ങളുണ്ട് എല്ലാ രാഷ്ട്രങ്ങൾക്കും. ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അത്തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പല ന്യായങ്ങളും അത്തരത്തിൽ ന്യായീകരിക്കാവുന്നതല്ല. ഇവിടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാൻ എന്തുകൊണ്ട് ഒറ്റപ്പെട്ടു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. ഇറാൻ ഈ രണ്ടാം ലോക മഹായുദ്ധാനന്തരം സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ഒരു മൂന്നാം ലോക രാഷ്ട്രം തന്നെയാണ്. നേരത്തെ ഇവിടെ ജോസഫ് ആന്റണി സാറ് പറഞ്ഞതുപോലെ മുഹമ്മദ് മൊസാദിഖിന്റെ തിരഞ്ഞെടുത്ത ഒരു ഭരണകൂടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് അവിടെ എണ്ണ അവര് ദേശസാൽക്കരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന പാശ്ചാത്യ ലോകം അവരെ അട്ടിമറിച്ചുകൊണ്ടാണ് ഭരണകൂടം മാറ്റിക്കൊണ്ട് അവരുടെ ഒരു പപ്പറ്റ് നമ്മളുടെ ഇപ്പോൾ പറഞ്ഞ ഷായുടെ ഭരണകൂടത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഷായുടെ ഒരു കാലം മുതൽ തന്നെ അമേരിക്കയുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഇറാൻ മറ്റു രാഷ്ട്രങ്ങളുമായി ഒറ്റപ്പെട്ടിട്ടുള്ള അവസ്ഥയിലായിരുന്നില്ല. അമേരിക്കയുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ഇസ്രായേലിനെയൊക്കെ മുൻകൂട്ടി തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമാണ് വേണമെങ്കിൽ ഇറാന് പറയാൻ പറ്റും. ആ രീതിയിൽ അന്ന് അമേരിക്കയുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. ഒരുപക്ഷെ ഇറാന് ആണവായുധങ്ങളുടെ ആദ്യ സൂചനകൾ, അതിന്റെ ആദ്യത്തെ ഘട്ടങ്ങൾ സഹായം ലഭിക്കുന്നതും അമേരിക്കയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പിന്നീട് സംഭവങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നത് 1979 നടന്നിട്ടുള്ള ഇസ്ലാമിക റവല്യൂഷനോട് കൂടിയിട്ടാണ്. ആ റവല്യൂഷനും ഏകപക്ഷീയമായി ഇസ്ലാമിക റവല്യൂഷൻ എന്ന് പറയാൻ സാധിക്കില്ല. അതിനകത്ത് ഒരുപാട് അല്ലാത്ത എലമെന്റ്സും ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറയുന്ന പോലെ തൊഴിലാളി വർഗങ്ങളുടെയും ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പല വിഭാഗങ്ങളുടെയും ഒരു സംയുക്ത സമരമായിരുന്നു. പക്ഷെ അതിന്റെ അവസാന ഘട്ടത്തിൽ അതിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഏറ്റവും സംഘടിതമായ വിഭാഗമായിരുന്ന ഇസ്ലാമിക വിഭാഗമാണ് അധികാരം ഏറ്റെടുക്കുന്നത്. അങ്ങനെയാണ് ഖൊമൈനി ഫ്രാൻസിൽ നിന്ന് വരുന്നതും അധികാരം ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറുന്നതും. അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് ഈ അമേരിക്കയും ഈ പറയുന്ന ഇറാനും തമ്മിൽ. ഹോസ്റ്റേജ് ക്രൈസിസ് വരുന്നു. അമേരിക്കയുടെ എംബസിക്കകത്ത് വെച്ച് അവരെ തടവിൽ വെക്കുന്നു. അത് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന സംഗതിയായിരുന്നു. അവര് ബാർഗെയിൻ ചെയ്യുന്നു ഈ തടവ് പുള്ളികളെ വെച്ചിട്ട്. അന്ന് മുതൽ അമേരിക്കയുടെ കണ്ണിലെ പ്രധാനപ്പെട്ട കരടാണ് ഇറാൻ എന്ന് പറയുന്നത്. എന്നാൽ ഇറാനെ സംബന്ധിച്ച് മറ്റൊരു സഖ്യകക്ഷി അവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. പ്രധാനമായും ഇറാനും ബന്ധമുണ്ടായിട്ടുള്ളത് റഷ്യയുമായിട്ടുള്ള പരിമിതമായ ബന്ധമുണ്ടാക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.